കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കർത്താവിൻ്റെ ടീച്ചിങ്സിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് കർത്താവിനോട് പരീശന്മാരും സദൂക്യന്മാരും ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് കർത്താവ് കൊടുക്കുന്ന മറുപടികളാണ്. ആ മറുപടികൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവിടെ ആദ്യത്തെ ചോദ്യം കരം കൊടുക്കുന്നതിനെക്കുറിച്ചായിരുന്നു. രണ്ടാമത്തെ ചോദ്യം പുനരുത്ഥാനത്തെക്കുറിച്ചായിരുന്നു. മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് ഇന്ന് നമ്മൾ വരുന്നത്. ഒരു പരീശനായ ഒരു വൈദികൻ യേശുവിനെ പരീക്ഷിച്ച് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത്? യേശു അവനോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തെ അതിനോട് സമം കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾ ഇവിടെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം, ഇത് ന്യായപ്രമാണത്തെക്കുറിച്ചുള്ളൊരു ചോദ്യമാണ്. ഇത് പുതിയ നിയമത്തെക്കുറിച്ചുള്ളൊരു ചോദ്യമല്ല, ദൈവരാജ്യത്തെക്കുറിച്ചുള്ളൊരു ചോദ്യമല്ല. ഇത് ശരിക്കും ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. ആ പരീശൻ വന്ന് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത്? അതിന് കർത്താവ് ഉത്തരം പറയുന്നത്, ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. അപ്പം ന്യായപ്രമാണം മുഴുവൻ നോക്കിയാലും പ്രവാചകന്മാർ മുഴുവൻ നോക്കിയാലും അതിനെല്ലാം ചുരുക്കി നമുക്ക് ഈ രണ്ട് കൽപ്പനകളിൽ പറയാം. മുഴുവൻ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് പഴയ നിയമത്തിലെ സ്പിരിച്വാലിറ്റിക്ക് രണ്ട് ആക്സിസ് ഉണ്ട്. ഒരു ആക്സിസ് എന്ന് പറയുന്നത് ദൈവവും നമ്മളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലംബമായ ആക്സിസാണ്, പെർപെൻഡിക്കുലർ ആക്സിസാണ്. അത് ദൈവവും നമ്മളും തമ്മിലുള്ള കണക്ഷനാണ്. ദൈവത്തെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതാണ് ആ ഒരു ആക്സിസ്, ദൈവവുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ സഹോദരൻ, നമ്മുടെ അയൽക്കാരൻ, ആ അയൽക്കാരനെ സ്നേഹിക്കുന്ന ഒരു തിരശ്ചീനമായ അല്ലെങ്കിൽ സമാന്തരമായ ഒരു പാരലായിട്ടുള്ള ഒരു ആക്സിസ് കൂടിയുണ്ട്. അത് നമ്മുടെ ചുറ്റുമുള്ള ആളുകളോടുള്ള നമ്മുടെ മനോഭാവമാണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റാണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം, ദൈവവുമായിട്ട് നമുക്ക് എന്തുമാത്രം സ്നേഹമുണ്ടെന്നുള്ളത് ഈ ചുറ്റുമുള്ള മനുഷ്യരോടുള്ള സ്നേഹത്തിൽ റിഫ്ലക്റ്റ് ആകണം. അത് രണ്ടും കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കൽപ്പനകളായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ദൈവത്തെ സ്നേഹിക്കുവാനുള്ള എൻ്റെ കപ്പാസിറ്റി, ആ കപ്പാസിറ്റിയുടെ ഫുൾ കപ്പാസിറ്റി ഉപയോഗിച്ച് ദൈവത്തെ സ്നേഹിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കൽപ്പന വെച്ചിരിക്കുകയാണ്. ചേസ് എന്നോട് പറയാം, ചേസ് നീ ദൈവത്തെ നിൻ്റെ ഫുൾ ബലമെടുത്ത് സ്നേഹിക്കുക. ഈ ഫുൾ ബലം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല ദൈവത്തിൻ്റെ മുമ്പിൽ, ബട്ട് സ്റ്റിൽ കൽപ്പന അങ്ങനെയാണ്. അപ്പോൾ കൽപ്പന എന്ന് പറയുന്നത് ഞാൻ എല്ലാ എഫേർട്ടും എടുത്ത് ദൈവത്തെ സ്നേഹിക്കുക. അപ്പോൾ ആ നീതി ആരുടെ നീതിയാണ്? ആ നീതി എൻ്റെ നീതിയാണ്, കാരണം ഞാനാണല്ലോ പരിശ്രമിക്കുന്നത്. പക്ഷെ ഒരിക്കലും എനിക്കത് കിട്ടുന്നില്ല. അതുകൊണ്ട് എൻ്റെ നീതി ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും പറയാം. കാരണം ഞാൻ ഒരിക്കലും ഒരു പെർഫെക്റ്റ് ലവ് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരാളല്ല. ഒരു മനുഷ്യനും അത് സാധിക്കുകയില്ല. പക്ഷെ കൽപ്പന അങ്ങനെയാണ് ഇരിക്കുന്നത്. നീ നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം എന്ന് തന്നെയാണ് കൽപ്പന. പക്ഷെ അത് എത്ര ഞാൻ സ്നേഹിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് എന്നോടുള്ള സ്നേഹത്തെ കവർ ചെയ്യാൻ ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് എന്തുമാത്രമാണ്? നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു ഇത്തിരി കുറവാണ്. എപ്പോഴും അങ്ങനെ മനുഷ്യൻ സ്നേഹിക്കുന്നത്, അവൻ്റെ മനുഷ്യൻ്റെ സ്നേഹം എപ്പോഴും അങ്ങനെയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ കേൾക്കുന്ന ആൾക്കാർ, വലിയൊരു പങ്ക് ആൾക്കാർ ദൈവത്തെ സ്നേഹിക്കുന്നത് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. കാരണം ദൈവത്തെ സ്നേഹിച്ചാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഐ ലവ് യു ജീസസ് എന്ന് പറയുമ്പം അതിനകത്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആരാധിക്കാൻ എഴുന്നേറ്റ് നിന്ന് കർത്താവേ നിനക്ക് സ്തോത്രം എന്ന് പറയുമ്പം ആരാധിക്കുമ്പോൾ വിടുതൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ദാരിദ്ര്യം മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഫറവോൻ ഓടിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ പല ഞാൻ സെൻട്രിക് വിഷയങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്.
എൻ്റെ വിഷയങ്ങളിലെല്ലാം ഞാൻ തന്നെയാണ് സെൻറ്റർ. എൻ്റെ ജീവിതം കുറച്ചുകൂടി സുഖമാക്കണം, ഞാൻ കുറച്ചുകൂടെ നന്നാകണം. അപ്പോൾ അൾട്ടിമേറ്റ്ലി മൈ ലവ് ഈസ് ടു മൈ സെൽഫ്. അപ്പോൾ ദൈവം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നോടുള്ള സ്നേഹം പൂർത്തിയാക്കി തരുന്ന ആളാണ് ദൈവം. ഇപ്പം എനിക്ക് എന്നോട് ലോകപരമായ സ്നേഹം ഒത്തിരി ഉണ്ടെങ്കിൽ എന്നെക്കുറിച്ചുള്ള എൻ്റെ ആഗ്രഹം എന്തായിരിക്കും? ഈ ലോകത്തിലെ ഏറ്റവും നല്ല പണക്കാരനും സുന്ദരനും അല്ലെങ്കിൽ ശക്തിയുള്ളവനും അധികാരമുള്ളവനും ഞാനായിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് തന്നെയാണ്. ദൈവമേ, നീ എന്നെ വലുതാക്കണം, നീ എന്നെ കാശുള്ളവനാക്കണം, നീ ആരുടെയും മുമ്പിൽ എൻ്റെ തല കുനിയാൻ അനുവദിക്കരുത്. ഇങ്ങനെ കേട്ടില്ലേ പ്രാർത്ഥന? മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ മാനിക്കുമെന്നുള്ള വാഗ്ദത്തത്തിനായിട്ട് സ്തോത്രം. ഇതെല്ലാം ആരെക്കുറിച്ചുള്ളതാണ്? ദൈവത്തെക്കുറിച്ചുള്ളതല്ല, ഇത് നമ്മളെക്കുറിച്ചുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളെന്ന് പറയുന്ന യജമാനന്മാരെ 10% പൈസ വാങ്ങിച്ച് സെർവ് ചെയ്യുന്ന ആളാണ് ദൈവം. ഇതാണ് ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ചിത്രം. ഈ ദൈവത്തെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം നമ്മളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അത്രയും ലോകത്താരെയും സ്നേഹിക്കാൻ നമുക്ക് കഴിവില്ല. ഓക്കെ, അത് വളരെ ക്ലിയർ ആണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഞാനും ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ. ചെറുപ്പകാലത്ത് ഞാൻ ഈ അച്ഛന്മാർ ചൊല്ലുന്ന പോലെയൊക്കെ വീട്ടിലിരുന്ന് ചൊല്ലി പ്രാർത്ഥിച്ച് കൗമാര നമസ്കാരങ്ങളൊക്കെ ചെയ്ത് ഞാനിങ്ങനെ അങ്ങ് ഒരു സ്പിരിച്വൽ ആകാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ തകർന്ന് തരിപ്പണമായി പോവുകയാണ് ഞാൻ ചെയ്തത്. കാരണം ഇറ്റ് ഈസ് നോട്ട് വിതിൻ എ മാൻ. അപ്പോൾ ഈ ഒരു കാര്യം, നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് ഇമ്പോസിബിളാണ്. എങ്കിലും കൽപ്പന അങ്ങനെയാണ്. പഴയ നിയമത്തിൽ തന്നെ അങ്ങനെയാണ്. അപ്പോൾ പഴയ നിയമത്തിൽ അനേകം പ്രമാണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം കൂടെ ചുരുക്കി പറഞ്ഞെങ്ങനെയാണ്, നിന്നെ കൊണ്ട് ഒരിക്കലും നടക്കാൻ വയ്യാത്തൊരു കാര്യം ഞാൻ നിന്നോട് പറയാൻ പോകുന്നു, അതാണ് എൻ്റെ കൽപ്പന. ഇത്രയൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, അതല്ല ഈ ഒരു വലിയ കൽപ്പനയുടെ ഭാഗമായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം. ഇതെൻ്റെ മേലേക്ക് വരികയാണ്. അടുത്തത്, നിൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. 2 കൽപ്പനകളാണ്. ഈ കൂട്ടുകാരനെ സ്നേഹിക്കണമെന്ന് പറയുന്നത് വലിയ പാടാണ്. അയൽക്കാരനെ അല്ലെ കൂട്ടുകാരനെ. അപ്പോൾ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് വരും, എങ്ങനെ ചെയ്യും? പ്രിയ സഹോദരങ്ങളെ, ഒരു കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നതും, പണ്ടൊരു ചിമ്പാൻസി എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ചിമ്പാൻസിക്ക് എൻ്റെ കൊച്ചിനോട് എത്ര സ്നേഹമുണ്ടെന്ന് പരിശോധിക്കാൻ നോക്കിയിട്ട് അവസാനം വെള്ളത്തിനകത്ത് ഈ ചിമ്പാൻസി നിർത്തി ലാസ്റ്റ് ആ കൊച്ചിനെ തറയിലിട്ടിട്ട് അതിന് മുകളിൽ കയറുന്ന ശ്വാസം കിട്ടാൻ വേണ്ടിയെന്ന് ഒരു എക്സ്പെരിമെൻറ്റിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ഈ ജീവന് വേണ്ടി പിടയ്ക്കുമ്പം നമ്മളെക്കുറിച്ച് മാത്രമേ ഓർക്കുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ മേക്കപ്പ്. ആ സമയത്ത് നമ്മൾ പോയി എൻ്റെ കൂട്ടുകാരന് വേണ്ടി എന്നൊന്നും പറയില്ല. നമുക്ക് അൾട്ടിമേറ്റ് സ്നേഹം നമ്മളോട് തന്നെയാണ്. അവിടെയാണ് ഈ കൽപ്പന നമ്മുടെ നേരെ വരുന്നത്. എന്നിട്ട് പറയാണ്, നീ നിന്നെ എങ്ങനെ സ്നേഹിക്കുന്നു അതേ ഇൻറ്റൻസിറ്റിയിൽ നീ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. നിൻ്റെ കുഞ്ഞ് പരീക്ഷയ്ക്ക് തോറ്റുപോയാൽ നിനക്ക് സങ്കടം എന്തുമാത്രം ഉണ്ടാകുമ്പോൾ എക്സാക്ട്ലി അതേ സങ്കടം അയൽവക്കത്തെ കൊച്ചു തോറ്റു പോകുമ്പോഴുണ്ടാകണം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഈസ് ഇറ്റ് പോസിബിൾ? നമ്മളെ കൊണ്ട് അത്ര ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ നാച്ചുറലായിട്ട് വരുമോ? വരില്ല. അപ്പോൾ ഈ 2 കൽപ്പനകൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പഴയ നിയമത്തിലെ കൽപ്പനകൾ വിശാലമാണ്, ഒത്തിരി ഏരിയ കവർ ചെയ്യുന്ന ഒരു മൗണ്ടൻ റേഞ്ച് പോലെയാണ്. ഓക്കെ, അതിൽ ഉയരമുള്ളതുണ്ട്, ഉയരമില്ലാത്തതുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ മൗണ്ടൻസ്. അപ്പോൾ ഓരോ മൗണ്ടൻ കടന്ന് ഇവരിങ്ങനെ പഴയ നിയമത്തിലെ പ്രമാണം അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, എന്താണ് ഈ കയറ്റി ഇറക്കം? എന്താണ് ശരിക്കും ഈ നീതി? എന്താണ് ഏറ്റവും വലിയ പ്രമാണം എന്ന് കർത്താവ് ചോദിച്ചപ്പോൾ എന്താ ചെയ്യുന്നറിയോ? ഈ മരുഭൂമി പോലെ പരന്ന് വിശാലമായി കിടന്ന ഈ പർവ്വത മേഖല എന്ന കഷ്ടപ്പാടൊക്കെ ഉണ്ട്, അതിനെല്ലാം കൂടെ ദൈവം സമ്മറൈസ് ചെയ്ത് ഒരു 2 കൊടിമുടി പോലെ ആക്കി വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കടന്നാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കുമ്പോൾ നമ്മളെക്കൊണ്ട് പറ്റത്തില്ല പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാൻ. എന്നെ ഞാൻ സ്നേഹിക്കുന്ന അതേ ഇൻറ്റൻസിറ്റിയിൽ എൻ്റെ സഹോദരനെ സ്നേഹിക്കാൻ സാധിക്കില്ല. കർത്താവ് പറഞ്ഞു, ഇതാണ് അതിൻ്റെ ചുരുക്കം. ഇത് ആവർത്തന പുസ്തകത്തിലുള്ളതാണ്. കാരണം ദൈവം ഈ നിയമങ്ങളെല്ലാം തരുന്നത് മനുഷ്യർക്ക് ഒറ്റയടിക്ക് ഇത് സാധിക്കില്ല, എത്ര വളഞ്ഞാലും സാധിക്കില്ല. പക്ഷേ ഈ 2 കൽപ്പനകളുടെ നിഴലുകളാണ് ബാക്കി പഴയ നിയമത്തിൽ കാണുന്ന എല്ലാ മോറൽ കമാൻഡ്മെൻറ്റുകളും. അതായത് ഈ 2 കൽപ്പനകളുടെ അകത്ത് ഉൾക്കൊള്ളുന്ന പല 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 ലെയറുകളാണ്. ശരിക്കുള്ള കമാൻഡ്മെൻറ്റ് ഇതാണ്. ഇത് നമുക്ക് കടക്കാൻ പറ്റുന്നൊരു മലയല്ല. ചെറിയ ചെറിയ അനേകം കുഞ്ഞു കുഞ്ഞു കുന്നുകൾ കടന്ന് നമ്മൾ പഠിച്ചവരാണ്. ഈ ഷേവ് ചെയ്തതും ക്ലീൻ ഷേവ് ചെയ്തതും ആഭരണം ഉരിയതും വെള്ളവസ്ത്രം ഇട്ടതും ഫുൾ സ്ലീവ് ഇട്ടതും ഇതൊക്കെ അതിനു വേണ്ടിയായിരുന്നു, ഈ ചെറിയ ചെറിയ മലകൾ കയറി. പക്ഷേ കർത്താവ് പറഞ്ഞു, ഇതൊന്നും അല്ല പ്രശ്നം. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തോടും നിൻ്റെ ചുറ്റുമുള്ള മനുഷ്യനോടുമുള്ള നിൻ്റെ സ്നേഹമാണ് പ്രശ്നം. അത് നിൻ്റെ കഴിവിൻ്റെ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് പോകണം. അവിടെയാണ് നമ്മൾ തകർന്നു പോകുന്നത്. കാരണം നമ്മുടെ ഉള്ളിൽ അതില്ല. അപ്പോൾ ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ പരീശന്മാരെല്ലാം ഈ ചോദ്യം കേട്ടോടുകൂടി എനിക്ക് തോന്നുന്നു ഈ ഒരു വൈദികൻ, ഈ ഒരു പരീശൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആത്മാർത്ഥമായിട്ട് ചോദിച്ച ഒരാളാണ്. ഗുരു എന്ന് വിളിച്ച് വളരെ സ്നേഹത്തോടെ ചോദിക്കുന്നത്, പരീക്ഷിച്ച് ചോദിച്ചു എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിലും അതൊരു ഒരു വലിയൊരു
കുരുക്കാൻ വേണ്ടിയുള്ളൊരു പരീക്ഷണമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ യേശുക്രിസ്തുവിനെക്കുറിച്ച് യേശു കർത്താവ് തന്നെ പറയുന്ന ഒരു റെവലേഷനിലൂടെയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. പരീക്ഷന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട് ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു. ദാവീദിൻ്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. അപ്പം അന്നത്തെ ജനങ്ങൾ വിചാരിച്ചിരുന്നത് യേശു ക്രിസ്തു മെശിയ വരുമ്പോൾ അവൻ ദാവീദിൻ്റെ പുത്രനായിട്ട് വരുന്നതെന്നുള്ളതാണ്. ഈ ദാവീദിൻ്റെ പുത്രനായിട്ട് വരുന്നത് പറയാൻ കാരണം എന്താണ്? അവർക്ക് വേണ്ടത് രാജാവിനെയായിരുന്നു. ദാവീദായിരുന്നു രാജാവ്. അപ്പോൾ അവർക്ക് ശരിക്കും ദൈവരാജ്യമല്ല അവരുടെ ഉദ്ദേശം. അപ്പോൾ അവരുടെ ഉദ്ദേശം അവരുടെ രാജ്യമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നോക്കിയാൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ പോരാടുന്ന എപ്പോഴും ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടിയല്ല, അവൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ്. അവനൊരു എക്സിസ്റ്റൻസ് കിട്ടണം. ദൈവം രാജാവായി വരുന്നതിനോട് താല്പര്യമില്ല. അവൻ്റെ ക്ലാൻ, അവൻ്റെ ജഡം അവിടെ അധികാരമെടുക്കുന്ന ഒരു രാജ്യമുണ്ടാകണം. അപ്പോൾ ക്രിസ്തുവിനെ ആരുടെ പുത്രനായിട്ട് പറഞ്ഞേ പറ്റുള്ളൂ? അബ്രഹാമിൻ്റെ മകനായെന്ന് പറയാൻ അവർക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ ദാവീദിൻ്റെ മകനെന്ന് പറയാൻ അവർക്ക് താല്പര്യമുണ്ട്. കാരണം രാജത്വമാണ് അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം അവർ റോമാക്കാരുടെ അടിമത്തത്തിലാണ്. മെശിഹ വരുമ്പോൾ അവൻ മോശയുടെ പിൻഗാമിയായിട്ട് വന്നാൽ പോരാ. മെശിഹ വരുമ്പോൾ ദാവീദിനെ പോലെ ഒരു രാജാവായി വരണം. ഈ രാജാവായി വരണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ദാവീദ് പുത്രൻ എന്നുള്ളത് മാത്രം അവരെപ്പോഴും പറയുകയുള്ളൂ. അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു. ദാവീദിൻ്റെ പുത്രൻ എന്നവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദാവീദിൻ്റെ മാത്രം ഒരു ഇൻഹെറിറ്റൻസ് അല്ല യേശുക്രിസ്തുവിനുള്ളതെന്നുള്ളതാണ്. എബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് യേശു കർത്താവ് വരുന്നത്. അപ്പോൾ ദാവീദിന് മുമ്പേ ഉള്ളവൻ, എബ്രഹാമിന് മുമ്പേ ഉള്ളവൻ, നിത്യനായ പുത്രൻ. ഈ നിത്യനായ പുത്രനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ദാവീദിൻ്റെ ഒരു രാജ്യത്തിൻ്റെ തുടർച്ച മാത്രമല്ല, മോശയെ പോലുള്ളൊരു ലോഗിവറുമാണ്. അതുപോലെ തന്നെ മൽക്കിസദേക്കിൻ്റെ ക്രമത്തിലുള്ളൊരു മഹാപുരോഹിതനുമാണ്. അതോടൊപ്പം ദൂതന്മാർ ആരാധിക്കുന്ന ദൈവവുമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെശിഹ എന്ന സങ്കല്പം, ശരിക്കും ഈ യഹൂദന്മാരുടെ മെശിഹ എന്ന സങ്കല്പം അവരുടെ മതത്തിന് പരിക്കേൽക്കാത്ത രീതിയിൽ അവർ മോഡിഫൈ ചെയ്തെടുത്തിരുന്നു. അതായത് ദാവീദിൻ്റെ രാജ്യം, അവർക്കിപ്പോൾ തൽക്കാലം അവരെ മതപരമായ പരിഷ്കാരമൊന്നും ആവശ്യമില്ല. അവരുടെ ആത്മീയതയെ ചോദ്യം ചെയ്യുന്നവർക്ക് താല്പര്യമില്ല. അവർക്ക് ആകെയുള്ള താല്പര്യം ദാവീദിൻ്റെ രാജ്യം ഒന്ന് കിട്ടണം, ഭരണാധികാരം പിടിക്കണം, റോമാക്കാരുടെ അടിച്ച് നിരത്തി അവരെ നിരപ്പാക്കി തോൽപ്പിച്ച് അധികാരം, യഹൂദന്മാർക്ക് അധികാരം കിട്ടണം. ഈ ഒരു കാര്യം മാത്രമായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് അവരുടെ മെശിഹായുടെ സങ്കല്പം അതുപോലെയായിരുന്നു. എന്നാൽ നമ്മൾ പഴയ നിയമം മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, മെശിഹ എന്ന് പറയുന്നത് ഒരു ദാവീദിൻ്റെ മാത്രം, ഒരു കിങ്ഡം മാത്രമല്ല, ഒരു കിങ്ങിൻ്റെ അനോയിൻറ്റിങ്ങോട് മാത്രം വരുന്ന ഒരാളായിരുന്നില്ല. ഒരു പ്രൊഫറ്റിക് അനോയിൻറ്റിങ്ങുള്ള, ഒരു പ്രീസ്ലി അനോയിൻറ്റിങ്ങുള്ള, ഒരു രാജാവിൻ്റെ അനോയിൻറ്റിങ്ങുള്ള ദൈവം തന്നെയായിരുന്നു. നമുക്കൊരു ആദ്യവും അന്തവും ഇല്ലാത്ത മൽക്കിസദേക്കിനെ കുറിച്ച് അങ്ങനെ പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഒരു ടൈപ്പായിട്ടാണ് നമ്മൾ മൽക്കിസദേക്കിനെ കാണുന്നത്. അപ്പോൾ യേശു കർത്താവിനെ കുറിച്ച് അങ്ങനെ തന്നെയാണ് നമ്മൾ പറയേണ്ടത്, ആദ്യവും അന്തവും ഇല്ലാത്ത, നോട്ട് ക്രിയേറ്റഡ്. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തീയ ഗോളത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നിട്ടുള്ള ഒരു ഉപദേശമാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോജിക്കലായിട്ടുള്ള കുറേ നിർബന്ധങ്ങൾ ബൈബിൾ നമ്മുടെ മേൽ വയ്ക്കുന്നുണ്ട്. ഒന്ന്, യേശുക്രിസ്തു ഒരു സൃഷ്ടിയായിരുന്നു ഒരു നിമിഷത്തേക്ക് യഹോസാക്ഷികൾ പറയുന്ന പോലെ നിങ്ങളൊരു നിമിഷം ചിന്തിച്ച് നോക്കുക. അങ്ങനെ ആയിരുന്നെങ്കിൽ പിതാവ് യേശുക്രിസ്തുവിനെ നമുക്ക് നൽകി എന്ന് പറയുന്നതിനകത്ത് വലിയൊരു സാക്രിഫൈസ് ഒന്നുമില്ല. കാരണം പിതാവ് വേറെ, പുത്രൻ വേറെ. പിതാവ് വേറെ ഒരു എസൻസ്, പുത്രൻ വേറൊരു എസൻസ് ആണെങ്കിൽ ഈ പുത്രനെ നമുക്ക് നൽകി എന്നുള്ളതിനകത്ത് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. ഒന്നാമതേ, അതിനകത്ത് പിതാവ് വലിയ വേദന അനുഭവിക്കേണ്ട കാര്യമില്ല. ഹി ക്യാൻ ക്രിയേറ്റ് അനദർ ക്രൈസ്റ്റ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം അത് നൽകിയതിനകത്ത് ദൈവത്തിന് വേദനിക്കേണ്ട കാര്യമില്ലെന്ന് മാത്രമല്ല, അവൻ അതിനൊരു വില കൊടുത്തു എന്നും പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഞാൻ ചെയ്ത പാപത്തിന് മൂന്നാമതൊരാൾ, ഈ പാപത്തിലൊരു പങ്കുമില്ലാത്ത ഒരാൾ, ഈ പാപവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ മരിക്കുന്നു. അത് എത്ര വലിയ അനീതിയാണ്. അതായത് ഞാൻ ചെയ്ത പാപത്തിന് ഒരു കണക്ഷനും ഇല്ലാത്ത ഒരാളെ കൊല്ലുന്നു, അതൊരു വേറൊരു സൃഷ്ടിയെ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ ദൈവം ഭയങ്കര അനീതിമാനായിട്ടാണ് വരുന്നത്. അപ്പോൾ ദൈവം നീതിമാനാകണമെങ്കിൽ ദൈവം തന്നെ അത് ഏറ്റെടുക്കണം. അപ്പം സ്വയം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓക്കെ, ദാറ്റ്സ് ഫൈൻ. സൃഷ്ടി അല്ലാതിരിക്കുകയും വേണം. കാരണം സൃഷ്ടിയായി കഴിഞ്ഞാൽ പിന്നെ അതിൽ വിലയില്ല. കർത്താവ് യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നതിനകത്ത് വിലയില്ല. കാരണം എന്താ, വേറൊരു സൃഷ്ടിയെ പിതാവിന് പിന്നെ നിർമ്മിക്കാം, പുനരുത്ഥാനം ചെയ്തില്ലേ പോലും കുഴപ്പമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ദൈവം നമ്മൾ ഇത്രയും സ്നേഹിച്ചു എന്ന് പറയുന്നതിനകത്ത് ഒന്നുമില്ല, അതിനകത്തൊരു വാല്യൂ ഇല്ല. കാരണം എന്താണ്, അതൊരു സൃഷ്ടിയാണ്. യേശുക്രിസ്തു ഒരു സൃഷ്ടിയാണെങ്കിൽ
ഇനിയിപ്പം ഞാൻ യേശുക്രിസ്തു സൃഷ്ടിയാണെന്ന് പറഞ്ഞ ഈ വാക്ക് മാത്രം കട്ട് ചെയ്ത് നാളെ എവിടെയെങ്കിലുമൊക്കെ വരാം, അതും ഞാൻ കാണുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ ഒരു ഏറ്റവും വലിയ അപകടകരമായ ഒരു കാര്യമാണ് ഈ കട്ട് ചെയ്ത് ഇടുക എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്നും പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചാൽ, അല്ലെങ്കിൽ ആ പരമാധികാരമുള്ള ദൈവത്വത്തെ നിഷേധിച്ചാൽ ഉണ്ടാകുന്ന പ്രോബ്ലം, ഒരു സൃഷ്ടിയാണ് കർത്താവെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാലുള്ള പ്രോബ്ലം, ഈ സൃഷ്ടിയെ കൊല്ലുന്നത് വഴി പിതാവ് അനീതിയാണ് കാണിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ആ സൃഷ്ടിയെ, വേറൊരു സൃഷ്ടിയെ, ഞാൻ ചെയ്ത കുറ്റത്തിന് ഒരു കുറ്റം ചെയ്യാത്തൊരു സൃഷ്ടിയെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ജസ്റ്റിസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആടുകളെയൊക്കെ അറക്കുമായിരുന്നല്ലോ. ആടിനെ കൊണ്ടുവന്ന് എൻ്റെ പ്രോപ്പർട്ടിയാണ്, അതായത് ഈ പാപം ചെയ്ത എൻ്റെ പ്രോപ്പർട്ടിയാണ് അവിടെ എടുത്ത് ഇറക്കുന്നത്. ഞാൻ വില കൊടുത്ത് വാങ്ങിക്കുന്നതാണ്, അല്ലെ ഞാൻ വളർത്തിയെടുക്കുന്നതാണ്. ദാറ്റ്സ് മൈ പെയിൻ. പക്ഷേ യേശുക്രിസ്തു അങ്ങനല്ലല്ലോ. യേശുക്രിസ്തു ദൈവമല്ലെങ്കിൽ യേശുക്രിസ്തു എൻ്റെ ആരുമല്ല, വേറൊരു സൃഷ്ടിയാണ്. ഈ സൃഷ്ടി എന്തിനാണ് എനിക്ക് വേണ്ടി മരിക്കുന്നത്? അതിനകത്ത് എന്ത് വിലയാണ് കൊടുത്തതെന്ന് പറയാൻ പറ്റുന്നത്? ഒന്നും കൊടുത്തെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നീതി എന്ന് പറയുന്നത് ദൈവം തന്നെ ആ പണിഷ്മെൻ്റ് എടുക്കുക എന്നുള്ളതാണ്. സ്നേഹവും നീതിയും ഒന്നിച്ചു വരുന്നത്. അപ്പോൾ സ്നേഹവും നീതി ഒന്നിച്ചു വരണമെങ്കിൽ ദൈവം തന്നെ എൻ്റെ സ്ഥാനത്ത് മരിക്കണം, എൻ്റെ സ്ഥാനത്ത് ആ ശിക്ഷ ഏറ്റെടുക്കണം, ആ ശിക്ഷ ക്യാൻസൽ ചെയ്യണം. ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. പിന്നെ വേറൊരു പ്രശ്നം, ചില ആൾക്കാർ ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയൊരു കൾട്ടുണ്ട്. അവർ പറയുന്നത് പിതാവായ ദൈവം ഏകസത്യ ദൈവവും പുത്രനായ ദൈവം അനേകം ദൈവങ്ങളിലൊന്നും, അല്ല ഇത്തിരി കുറഞ്ഞൊരു ദൈവം എന്നുള്ളതാണ്. ഇത് കുറച്ചുകൂടെ അപകടകരമായൊരു ലോജിക്കൽ മണ്ടത്തരമാണ്. ഈ ലോജിക്കൽ മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ആലോചിക്കും, ലോജിക്കാണോ ദൈവമാണോ വലുത്? ദൈവമാണോ വലുത്? പക്ഷേ ലോജിക്കിന് അതീതമായിട്ടല്ല ദൈവത്തിൻ്റെ ഓരോ ആട്രിബ്യൂട്ടും നമ്മൾ പഠിക്കുന്നത്. ഇറ്റ് ഈസ് ലോജിക്കൽ. ദ ബൈബിൾ ഇറ്റ് സെൽഫ് ഈസ് ലോജിക്കൽ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ക്വയർ സർക്കിൾ എന്ന് പറഞ്ഞൊരു സാധനം ലോകത്തൊരിടത്തും ഇല്ല. നിങ്ങളുടെ പറയണം ആ സർക്കിൾ സ്ക്വയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ സർക്കിൾ അല്ലെങ്കിൽ സ്ക്വയർ, അത്രേ പറ്റുള്ളൂ, അല്ലേ? സ്ക്വയർ രൂപത്തിലുള്ള സർക്കിൾ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ദിസ് ലോജിക്കലി ഇമ്പോസിബിൾ. ഓക്കെ, ഒരേ സമയത്ത് ഞാൻ ഇരിക്കുകയുമാണ് നിൽക്കുകയുമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ലോജിക്കലി ഇമ്പോസിബിളാണ്. ഓക്കെ, അതേസമയത്ത് നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കിക്കേ, ഈ യേശു കർത്താവ് പിതാവിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മേയ്ക്കാണ് എന്ന് പറഞ്ഞാൽ, മേയ്ക്ക് എന്ന് പറയാൻ പാടില്ല എങ്കിലും ഒരു എസൻസാണ്. എസെൻഷ്യലി ഡിഫറൻ്റ് ആണെന്ന് വിചാരിച്ചോ. പിതാവ് കുറച്ച് വലിയ ദൈവവും പുത്രൻ ഇത്തിരി ചെറിയ ദൈവമെന്ന് വിചാരിച്ചോ. പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ എത്ര ദൈവങ്ങളുണ്ട്? 2 ദൈവങ്ങളായില്ലേ? അതായത് പിതാവിൻ്റെ എസൻസ് അല്ല പുത്രനെങ്കിൽ ഹീസ് എ ഡിഫറെൻറ്റ് സ്പീഷീസ് ഓർ ഹീസ് എ ഡിഫറെൻറ്റ് ഗോഡ് എന്ന് പറഞ്ഞാൽ 2 വ്യത്യസ്ത ദൈവങ്ങളായി. നമ്മൾ ഒരു ദൈവം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഫാദർ ആൻഡ് ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ആർ എസെൻഷ്യലി വൺ. ദേ ആർ വൺ ഇൻ എസെൻസ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ 1 അല്ല, എസെൻസിൽ 1 അല്ല, ഒരേ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ദൈവം 2ആയി. അല്ലെങ്കിൽ യേശുക്രിസ്തു ദൈവമല്ല, മനുഷ്യനെന്ന് പറയേണ്ടി വരും. ഈ തൃത്വത്തെ തൊട്ട് കളിച്ച് ദുർവ്യാഖ്യാനം ചെയ്തവരെല്ലാം വളരെ വലിയ അബദ്ധങ്ങളിലേക്ക് പോയിട്ടുണ്ട്. കാരണം അവർക്ക് 2 കരയും 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തിയിട്ടുണ്ട്. കാരണം ദൈവം ഒരിക്കലും അവനെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ വചനത്തിലൂടെ തരുന്നതല്ലാതെ ഒരു മനുഷ്യൻ്റെയും ബുദ്ധിക്കകത്ത് ഒതുങ്ങുന്നവനല്ല ദൈവം. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള ദുരുപദേശങ്ങൾ വളരെ അപകടകരമാണ്. അത് വളരെയധികം സ്പ്രെഡാകുന്നുണ്ട്. ഇന്നും ഞാൻ ഒരാളുടെ ഫോണിൽ സംസാരിച്ചു. അദ്ദേഹം ഈ പുതിയ കൾട്ടിനാൽ സ്വാധീനിക്കപ്പെട്ട ആളാണ്. ഞാൻ അവർക്കെതിരാണെന്നുള്ളതിൽ അവർ ഭയങ്കര ദേഷ്യത്തിലാണ് എന്നെ വിളിച്ചത്. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഒന്നുകിൽ 2 ദൈവങ്ങളെ വിളിക്കുന്നു, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നു. എവിടെയെങ്കിലും ഒരു എററില്ലാതെ ഈ ഒരു ഉപദേശം പഠിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. അപ്പോൾ ഇവിടെ കർത്താവ് ചോദിക്കുകയാണ്, ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? അപ്പോൾ ദാവീദിന് മുമ്പ് യേശു കർത്താവ് ഉണ്ട് എന്ന് ഇവിടെ പറയുന്നു. എബ്രാഹിമിന് മുമ്പ് ഞാനുണ്ടെന്ന് കർത്താവ് വേറെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ദാവീദ് ആത്മാവിൽ പ്രൊഫറ്റിക്കായിട്ട് യേശുവിനെ കർത്താവേ എന്ന് വിളിക്കുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ എൻ്റെ പാദപീഠമാക്കോളം എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. അപ്പോൾ ലോഡ് ഒരേ വാക്കാണ്. യഹോവ എന്നുള്ള വാക്ക് തന്നെ അത് ലോഡ് എന്നാണ് ദൈവത്തെ സംബോധന ചെയ്യുന്നത്. അഡോണ എന്ന വാക്ക്, അഡോണ എന്ന വാക്കിൽ നിന്നാണ് അതിൻ്റെ വവൽസ് ഉണ്ടായിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് എന്ന് പറയാൻ വേണ്ടിയാണ്. കർത്താവായെങ്കിൽ മാത്രമേ നമുക്ക് അവനെ ആരാധിക്കാൻ പറ്റുള്ളൂ, വർഷിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. വെളിപ്പാട് ദിവസത്തിൽ ദൂതന്മാരെല്ലാം നമസ്കരിക്കുന്നുണ്ട് കുഞ്ഞാടിനെ. കുഞ്ഞാട് ദൈവമല്ലെങ്കിൽ എങ്ങനെയാണ് നമസ്കരിക്കുന്നത്? അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് കുഞ്ഞാടിന് മുമ്പിൽ വണങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞാട് ദൈവമല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ വണങ്ങും? നമ്മൾ 1-ാം പ്രമാണം ലംഘിക്കുന്നവരായി മാറും. പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞാടിനെ വണങ്ങാൻ നമ്മൾ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞാട് ദൈവമായിരിക്കണം. ദൈവമല്ലാതെ നമ്മളോട് വണങ്ങാൻ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട്
പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള ദുരുപദേശങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക, ഈ എസ്റ്റാബ്ലിഷ്ഡ് ട്രൂത്ത്സിനെതിരെ ഉണ്ടാകുന്നത് തക്കതായ വചനമില്ലാതെയാണ് ഇവർ വരുന്നത്. കർത്താവ് താഴ്ത്തി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കവനൻ്റെ ഭാഗമായിട്ട് ആ സ്വർഗത്തിലെ കവനൻ എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഈ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കവനൻ്റൽ റിലേഷൻഷിപ്പ് എന്താണ്, നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട ആ ഡിവൈൻ കവനൻ എന്താണെന്നുള്ള വിഷയം നമുക്ക് അടുത്ത ആഴ്ചകളിൽ ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമുക്ക് അത് ആ രീതിയിൽ ദൈവം അത് വെളിപ്പെടുത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പറയുന്നത് ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവൻ്റെ പുത്രനാകുന്ന എങ്ങനെയെന്ന് ചോദിച്ചു. അവനോട് ഉത്തരം പറയുവാൻ ആർക്കും കഴിഞ്ഞില്ല. അന്നു മുതൽ ആരും അവനോട് ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞതുമില്ല. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് അവസാനത്തെ ചോദ്യം. ഇതിന് ശേഷം ഒരിക്കൽ പോലും ആരും ഒരു ചോദ്യവും കർത്താവിനോട് ചോദിക്കുന്നില്ല. ലാസ്റ്റ് ചോദ്യം യേശു ക്രിസ്തുവിൻ്റെ നിത്യതയെക്കുറിച്ചുള്ളതാണ്. നിത്യനായ പുത്രൻ എന്നുള്ള വെളിപ്പാടിനെ സംബന്ധിക്കുന്നതാണ് അവസാനത്തെ ചോദ്യം. അതിനുശേഷം ഒരു ചോദ്യവും ആരും ചോദിക്കുന്നില്ല. ലാസ്റ്റ് ചോദ്യമാണ്. ഈ അധ്യായം മുഴുവൻ, 22 അധ്യായം മുഴുവൻ ഇങ്ങനെ കർത്താവിനെ സംശയിച്ച് ചോദിക്കുന്നതാണ്. എത്ര ക്ലാരിറ്റിയോടുകൂടിയാണ് ഈ റെവലേഷൻ വന്നിരിക്കുന്നത്. അത്ഭുതകരമായ റെവലേഷൻ്റെ കർത്താവിനെ തന്നെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ യേശു ക്രിസ്തു മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം മനുഷ്യപുത്രന് തുല്യനായെന്നാണ് മൽക്കിസദേക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മൽക്കിസദേക്ക് ഈസ് എ ടൈപ്പ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ, ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിമിറ്റീവ് ഒരു ഫോം ഓഫ് ക്രൈസ്റ്റാണ്. അവിടെ പറയുന്നത് അവൻ ആദ്യം അന്തവും ഇല്ലാത്തവനാണ്. അപ്പോൾ സൃഷ്ടി അല്ലാത്തവനാണ് ക്രിസ്തു. സൃഷ്ടിയല്ലാതെ പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്നവനാണ്. അപ്പം ഞാനിനി പറയാൻ പോകുന്ന ഉദാഹരണം നിങ്ങൾ സ്റ്റാൻഡേർഡ് എടുക്കരുത്. തൃത്വത്തെക്കുറിച്ച്, ത്രിയേകത്വത്തെക്കുറിച്ച് ഒരു ഉദാഹരണം ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. അങ്ങനെ മാനുഷികമായ ഒരു ഉദാഹരണം കൊണ്ട് അതിനെ അളക്കാനും സാധിക്കില്ല. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചുമുള്ള വേദപുസ്തകത്തിലെ പഠിപ്പിക്കലുകൾ എങ്ങനെയാണ് അത് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നതെന്ന് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ വിവിധ വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ ഇതിനു മുമ്പ് ഇതേ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ സംസാരിക്കുന്നില്ല. അനേകം ക്ലാസ്സുകൾ ഓൾറെഡി അത് സംബന്ധിച്ച് നടന്നിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ബാപ്റ്റിസ്റ്റ്, ബ്രദറൻ, യൂണിറ്റേറിയൻ പെൻറ്റക്കോസ്റ്റൽസ് അല്ലാത്ത ബാക്കി പെൻറ്റക്കോസ്റ്റൽസ്, CSI, ആംഗ്ലിക്കൻ ചർച്ച്, പ്രസ്ബിറ്റേറിയൻസ്, ഇങ്ങനെ ലോകത്തുള്ള അനേകം സഭകളുടെ വേദശാസ്ത്രജ്ഞന്മാർ ഈ ഒരു വിഷയത്തെ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അനേകം മെറ്റീരിയൽസും ഡോക്യുമെൻറ്റ്സും ഇൻ്റർനെറ്റിൽ കിട്ടും. ഉറപ്പുവരുത്തുക അതൊരു എസ്റ്റാബ്ലിഷ്ഡ് ഡോക്ട്രിനലി ലോകത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സഭയിൽ നിന്നാണ് ആ ഉപദേശം വന്നിരിക്കുന്ന ഉറപ്പുവരുത്തുക. വചനത്തെ ശോധന ചെയ്യുക, പഠിക്കുക. നമ്മുടെ സഭയുടെ തന്നെ വീഡിയോ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്കതും കാണാവുന്നതാണ് തൃത്വത്തെക്കുറിച്ച്. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ദാവീദ് അവനെ കർത്താവെന്ന് വിളിച്ചു. കർത്താവെന്ന് വിളിക്കുന്നത് അഡോറേഷനാണ്. ദ ലോർഡ് എന്നുള്ള വിളി കർത്തൃത്വമുള്ളവൻ എന്നാണ് അതിനർത്ഥം. കർത്തൃത്വമുള്ളവൻ, എൻ്റെ മേൽ കർത്തൃത്വമുള്ളവൻ എന്നാണ് കർത്താവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. വെൻ സമ്മൺ ഈസ് കോളിങ് അനദർ പേഴ്സൺ ലോർഡ്, അത് സ്പിരിച്വലി വിളിക്കുമ്പോൾ നമുക്കങ്ങനെ ആരെയും വിളിക്കാൻ പറ്റത്തില്ല. കർത്താവെന്ന് ആരെയും വിളിക്കാൻ പറ്റത്തില്ല. അത് ദൈവത്തെ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. ദൈവമാണ് നമ്മുടെ കർത്താവ്, നിൻ്റെ ദൈവമായ കർത്താവ് എന്നാണ്. ദ ലോർഡ് ഈസ് ഗോഡ്, ദ ലോർഡ് യുവർ ഗോഡ് എന്നാണ്. ഈ ലോർഡ് ഗോഡ് രണ്ടും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് രണ്ട് എസൻസ് അല്ല, ഒരെസൻസാണ്. വൺ ഗോഡ്, വൺ ലോർഡ്, അത് ഒരെസൻസിൽ നിന്ന് വരുന്നതാണ്. അത് ഡിഫറെൻറ്റ് പേഴ്സണൽ അഡ്രസ്സസ് ആണ്. അങ്ങനെയാണ് വേദപുസ്തകം മുഴുവൻ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. പ്ലൂറാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്ന് പറയുന്നത് ഒരിക്കലും ദൈവം ഏകനാണെന്നുള്ള റെവലേഷനെതിരല്ല. എസെൻഷ്യലി വൺ, ഓക്കെ, ബട്ട് കവനൻ്റലി ഓൺ ദ ബേസ് ഓഫ് കവനൻ്റ് പേഴ്സൺ 3. ഇതാണ് 3 in oneness ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റെവലേഷൻ ശരിക്കും നമ്മൾ എങ്ങനെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെ ബൃഹത്തായിട്ട് നമ്മളതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യം പോലും ഇല്ല. നമുക്ക് വേദപുസ്തകത്തിൽ വളരെ എളുപ്പത്തിൽ ഡിറൈവ് ചെയ്തെടുക്കാൻ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. 1, ദൈവം ഏകനാണ്, അതിന് മാറ്റമില്ല. 2, പിതാവ് ദൈവമാണ്, നോ ക്വസ്റ്റ്യൻ അബൌട്ട് ദാറ്റ്. പുത്രൻ യേശു കർത്താവ് ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ എന്നിട്ട് പറയാം ദൈവം ഏകനാണ്. സോ ദിസ് ഈസ് ദ സമ്മറി ഓഫ് ദാറ്റ് ഡോക്ട്രിൻ. God is essentially one, functionally 3, personally 3. ഓക്കെ, ഈ ഫങ്ഷൻസ് എല്ലാം 3 ഫങ്ഷൻസ് എന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഓൺലി 1 ഫങ്ഷൻ ബട്ട് 3 പേഴ്സൺസ് മാനിഫെസ്റ്റഡ് ആസ് ട്രൈയൂണിറ്റി ഓഫ് ഗോഡ്. ഓക്കെ, ഇത് വേദപുസ്തകത്തിൻ്റെ ഉപദേശമാണ്. ബാക്കി ഉപദേശങ്ങളെല്ലാം ഒരു കാലത്ത്, ഏതെങ്കിലും ഒരു കാലത്ത് സഭ കണ്ടം ചെയ്ത് കളഞ്ഞിട്ടുള്ള ഉപദേശങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റെവലേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണ് കർത്താവിൻ്റെ ടീച്ചിങ്സിനെ കുറിച്ച്, കർത്താവിൻ്റെ ആ എന്താ പറയുക മഹത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗോഡ്
അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിന് മുമ്പേ ഉള്ളവൻ, മൽക്കിസേദക്കിൻ്റെ ക്രമപ്രകാരമുള്ളവൻ, നമ്മെ രക്ഷിക്കാൻ കഴിയുന്നവൻ. പ്രിയ സഹോദരങ്ങൾ, ഒരു സൃഷ്ടി വന്ന് നമ്മളെ രക്ഷിച്ചിട്ട് പോയി എന്ന് എങ്ങനെ നമ്മൾ പറയും? ഹൗ ക്യാൻ യു സേ ദാറ്റ് എ ക്രിയേഷൻ സേവ്ഡ് us? ഹൗ ക്യാൻ എ ക്രിയേഷൻ ബിക്കം അവർ സേവിയർ? നിങ്ങൾ ആലോചിക്കുക, ലോജിക്കലി ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ ക്രിയേഷൻ ടു കം ആൻഡ് സേവ് us? അപ്പോൾ നമ്മൾ ഈ താങ്ക് യു പറയുന്നതൊക്കെ ആരോടാ? ഒരു ക്രിയേഷനോടാ. യവസാക്ഷികൾ അതാ പഠിപ്പിക്കുന്നത്. ജീസസ് ക്രൈസ്റ്റ് വാസ് എ ക്രിയേഷൻ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ഒരു സൃഷ്ടിയാണെങ്കിൽ ഒരു സൃഷ്ടിയെ നമ്മൾ ദൈവമെന്നും കർത്താവെന്നും വിളിക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ്. അത് തീർത്തും തെറ്റാണ്. ദൈവം ഒരിക്കലും അങ്ങനെ അനുവദിക്കുകയില്ല. അതായത് ദൈവം സൃഷ്ടിച്ച ഒന്നും മഹത്വമെടുക്കാൻ, ദൈവിക മഹത്വമെടുക്കാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല. കർത്താവെന്നോ ദൈവമെന്നോ ഉയരാൻ ദൈവം അനുവദിക്കില്ല. കാരണം ഗ്ലോറി ഈസ് ഓൺലി ഫോർ ഹിം. വർഷിപ്പ് ആൻഡ് അഡോറേഷൻ ഈസ് ഗിവൺ ഓൺലി ടു ഗോഡ്. ദൈവത്തിന് മാത്രമുള്ളതാണ്. അത് വേറെ ആർക്കും അവകാശപ്പെടാനോ വേറെ ആർക്കും കൊടുക്കാനോ സാധിക്കില്ല. അതുകൊണ്ടാണ് പുത്രൻ്റെ ദൈവത്വം, എസെൻഷ്യൽ വൺനെസ് വിത്ത് ഗോഡ് ദ ഫാദർ, ഇത് നമ്മൾ കൺഫസ് ചെയ്തേ പറ്റുള്ളൂ. കാരണം അവിടെ പ്രത്യേകിച്ച് ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ കാണുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കേണ്ട എന്ന് വിചാരിച്ചു. ദാറ്റ് മീൻസ് എസെൻസ് ഈസ് വൺ, ബട്ട് ഗ്ലോറിയിൽ കർത്താവ് എന്ത് ചെയ്തു? ആ സമത്വം വേണ്ട എന്ന് വെച്ചു. ഫോർ അവർ സേക്ക്, നമുക്ക് വേണ്ടി കർത്താവ് അവൻ്റെ ഗ്ലോറി വേണ്ടെന്ന് വെച്ചു. ദൈവത്തിൻ്റെ ആ സമത്വത്തോടെ, ഇക്വാലിറ്റിയോട് മുറുകെ പിടിക്കണമെന്ന് ആഗ്രഹിച്ചില്ല. കാരണം ഹി ടുക്ക് എ സബോർഡിനേറ്റ്സ് പൊസിഷൻ. എന്തിനു വേണ്ടിയാണ്? എൻ്റെ പ്രതിനിധിയാവാൻ വേണ്ടിയാണ്. സർവശക്തനായ ദൈവം, സൃഷ്ടിതാവായ ദൈവം പറയാണ്, ചേസിൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ ലോകത്തിലേക്ക് പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അവൻ എൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ ജീവിച്ചപ്പോൾ ഞാൻ അവനെ കളിയാക്കി പറയാണ്, നീ എന്നെപ്പോലെ ഒരാളാണ്, നീ ദൈവമൊന്നുമല്ല എന്ന് പറഞ്ഞ് ആ സബോർഡിനേഷൻ, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി യേശു കർത്താവ് എടുത്ത സബോർഡിനേഷനെ നമ്മൾ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ആ വാക്യങ്ങൾ കോട്ട് ചെയ്തിട്ട് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ എസെൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് കണ്ട് രണ്ട് ദൈവങ്ങളെ ഉണ്ടാക്കുകയാണ് ഈ കൾട്ടുകൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള വഞ്ചനയിൽ ഒരു കാരണവശാലും അകപ്പെടരുത് എന്ന് ഞാൻ കർത്താവിൻ്റെ സന്തോഷത്തിൽ, സ്നേഹത്തിൽ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള അനാഥമ ആയിട്ടുള്ള ഉപദേശങ്ങൾ പലരുടെയും ഹൃദയത്തിൽ അന്ത്യകാലത്ത് തോന്നും. ഇങ്ങനെയുള്ള വശീകരണ വാക്കുകൾ നിങ്ങൾ കുടുങ്ങരുത്. അങ്ങനെയുള്ള കൾട്ടുകൾ അനേകമുണ്ട്, ഇപ്പോഴും ഉണ്ട്. വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നൊരു കൾട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നതാണ് എൻ്റെ ഓർമ്മ. എല്ലായിടത്തും ജാഗ്രതയുള്ളവരായിരിക്കുക, പത്യോപദേശത്തെ മുറുകെ പിടിക്കുക, കർത്താവിൻ്റെ രക്ഷയെ ഓർത്ത് സ്തോത്രം ചെയ്യുക. അവൻ സകല സ്തുതികൾക്കും സ്തോത്രങ്ങൾക്കും എന്നേക്കും യോഗ്യൻ തന്നെ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ മഹത്വത്തെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതിനായി, ആരെ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതിനായി അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി അയച്ചു തന്ന് ഞങ്ങളുള്ള സ്നേഹത്തെ പ്രതിഫലിപ്പിച്ചതിനായും ആ പുത്രൻ്റെ പുനരുത്ഥാനത്തിലൂടെ ഞങ്ങളെ നീതീകരിക്കുകയും നിത്യമായ ജീവൻ്റെ അവകാശം ഞങ്ങൾക്ക് നൽകുകയും ചെയ്തതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങളെപ്പോഴും ആ പുത്രനെ, കുഞ്ഞാടിനെ വർഷിപ്പ് ചെയ്യുന്നവരായി, മുട്ടുമടങ്ങുന്നവരായി, ഗ്ലോറി ആൻഡ് മജസ്റ്റി അസ്ക്രൈബ് ചെയ്യുന്നവരാക്കി ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.